സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ പ്രതിഷേധം തുടരുകയാണ്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ രണ്ടാം ദിനവും നഴ്സുമാർ സമരം ആരംഭിച്ചു. പ്രതിദിന വേതനം 1333 രൂപയാക്കും വരെ സമരം തുടരാനാണ് UNA തീരുമാനം. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ സമരം രണ്ടാം ദിവസവും കളക്ടറേറ്റിന് മുന്നിൽ തുടരുകയാണ്. ഇന്നലത്തെ അത്ര തന്നെയും പ്രാതിനിധ്യമുണ്ടോ സമരത്തിൽ? സ്മൃതിയെ തീർച്ചയായിട്ടും നോക്കൂ, 500-ലധികം വരുന്ന നഴ്സുമാരാണ് കളക്ടറേറ്റിന് മുൻപിൽ ഇവിടെ കുത്തിയിരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്നത്. ഇവർ ആശുപത്രികളിൽ രോഗികളെ ശുശ്രൂഷിക്കേണ്ട നഴ്സുമാരാണ്. അവരാണ് അടിസ്ഥാന ശമ്പളം എന്ന ആവശ്യവുമായി ഇവിടെ രണ്ടാം ദിനത്തിലും കളക്ടറേറ്റിന് മുൻപിൽ സമരമിരിക്കുന്നത്. ഇന്നലെ ഇങ്ങനെ സമരമിരിക്കുന്ന ഘട്ടത്തിലാണ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ 2 നഴ്സുമാരെ പിരിച്ചുവിടുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് പ്രതിഷേധ മാർച്ചായി അവർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് സമരം മാറ്റുകയും ചെയ്തു. ഇതേപോലെ തന്നെ കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് മുൻപിലും അവിടുത്തെ ജീവനക്കാർ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാരാണ് ഇവിടെ സമരം ചെയ്യുന്നത്. ഇന്നലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് പിരിച്ചുവിട്ട 2 നഴ്സുമാരാണ് എനിക്കൊപ്പം ഉള്ളത്. ഇന്നലെ സമരത്തെ തുടർന്ന് ഇവരുടെ ആ നടപടി പിൻവലിച്ചെന്ന് ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചിരുന്നു. നടപടി പിൻവലിച്ചാൽ എന്തെങ്കിലും ഔദ്യോഗിക അറിയിപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. അത് എടുത്തിട്ടില്ല എന്നുള്ള മെസ്സേജാണ് കിട്ടിയത്. പുറത്താക്കിയ നിലപാടിൽ തന്നെയാണ് അങ്ങനെയാണ് നിൽക്കുന്നതെന്ന് അലക്സാണ്ടർ സാറിൻ്റെ ഒരു വോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു. തിരിച്ചെടുത്തിട്ടില്ല, അവർ സ്പൈ വർക്ക് ചെയ്തതുകൊണ്ടാണെന്ന്. മാനേജ്മെന്റിനെതിരായിട്ട് സ്പൈ വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. മാനേജ്മെന്റിനെതിരായിട്ട് UNAക്ക് സപ്പോർട്ട് ചെയ്തു. അതാണ് സ്പൈ വർക്ക്. അത് വലിയ കുറ്റം. അവിടെ എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നവരാ? ഞാനിപ്പോൾ 16 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. ഇതുവരെ ഞാൻ ഒരു സമരത്തിലോ ഒന്നിലും ഇടപെട്ടിട്ടില്ല. ഇപ്പം ഞാൻ സ്പൈ വർക്ക് ചെയ്തു എന്നും പറഞ്ഞ് എനിക്ക് ടെർമിനേഷൻ കിട്ടിയപ്പം ഞാൻ ഇറങ്ങിയതാണ് ഇതിന്. ഇനി തിരിച്ചു കയറാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷേ ഞാൻ എന്തിനാണ് എനിക്ക് ടെർമിനേഷൻ തന്നത്, ആ ലെറ്റർ ഒന്ന് മാറ്റി എഴുതി ഇനി കോൺട്രാക്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് വിടുവാണേലും ഐ ആം ഹാപ്പി. എനിക്ക് തിരിച്ചവിടെ കയറണമെന്ന് യാതൊരു ആഗ്രഹവും. പക്ഷേ ഇങ്ങനെയല്ലായിരുന്നു പറഞ്ഞു വിടണ്ടേ. 16 വർഷം അവിടെ ജോലി ചെയ്തിട്ട് ഇങ്ങനെ ഇറക്കി വിട്ടതിൽ വിഷമമുണ്ട്. പിന്നെ ടെർമിനേഷൻ ചെയ്യാൻ മാത്രം ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികളുടെ സമരം ന്യായമാണ് നഴ്സുമാരുടെ? അവരുടെ ശരിക്കും ന്യായമാണ്. അവർക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ? അപ്പോൾ അടിസ്ഥാന ശമ്പളം കൂട്ടിക്കൊടുത്തേ പറ്റൂ. സ്മൃതി, 13 വർഷത്തോളം ബേബിയിൽ ജോലി ചെയ്ത 2 നഴ്സുമാരാണ്. ഇവരെയാണ് ഇന്നലെ അവിടെ നിന്ന് പുറത്താക്കിയത്. ഇന്നലെ ഇവർ സമരം ചെയ്ത ഘട്ടത്തിൽ ഇവരെ തിരിച്ചെടുക്കും, അന്വേഷണത്തിന് ശേഷം തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവർക്കൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഇത് ബേബിയിലെ നഴ്സുമാരുണ്ട്, ഇക്രയിലെ നഴ്സുമാരുണ്ട്, മേത്രയിലെ നഴ്സുമാരുണ്ട്. നിങ്ങളൊക്കെ ഏത് ഹോസ്പിറ്റൽ സ്റ്റാഫാണ്? ഞങ്ങൾ മൈത്ര ഹോസ്പിറ്റൽ. സമരം ഈ 1333 രൂപ തന്നെയാണല്ലോ നിങ്ങളുടെ ആവശ്യം? അതുവരെ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. ഇത് മേത്ര ഹോസ്പിറ്റലിലെ നേഴ്സാണ്. ഇതേപോലെ തന്നെ പല സ്വകാര്യ ആശുപത്രികളിലെ നേഴ്സുമാർ, അതായത് കോഴിക്കോട് നഗരത്തിലെ പ്രധാന ആശുപത്രികളിലെ എല്ലാ നേഴ്സുമാരും ഇവിടെ സമരത്തിലാണ്. ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണമായി സ്തംഭിച്ച നിലയിലാണ്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലൊക്കെ തന്നെ പുതിയ അഡ്മിഷൻ എടുക്കുന്നില്ല എന്നാണ് അവിടുത്തെ PR പറഞ്ഞിരിക്കുന്നത്. കാഷ്വാലിറ്റിയിൽ മാത്രമാണ് പ്രവേശിപ്പിക്കുന്നത്. കാരണം ഹെഡ് നേഴ്സുമാരൊക്കെ ഉൾപ്പെടെയുള്ള മിനിമം 20 അല്ലെങ്കിൽ 14 നേഴ്സുമാർ മാത്രമാണ് നിലവിൽ അവിടെ ജോലി ചെയ്യുന്നത്. ബാക്കി എല്ലാ നേഴ്സുമാരും, സ്റ്റാഫ് നേഴ്സുമാർ ഇവിടെ വന്നിരുന്ന് കളക്ടറേറ്റിന് മുൻപിൽ സമരം നടത്തുകയാണ്. അവരുടെ അടിസ്ഥാന ശമ്പളത്തിൽ നിന്ന് പിന്നോട്ടില്ല. പ്രതിദിനം 1333 രൂപ എന്ന ആവശ്യത്തിൽ ഇവർ ഉറച്ചു നിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളാണ് ഇവർ മുഴക്കുന്നത്. കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് മുൻപിലും സമാനമായ സമരം നടന്നു വരികയാണ്. ശക്തമായ സമരം തന്നെ.